ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ സ്കാലപ്പ് വർക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സ്കാലപ്പ് വർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടി എടുത്തിട്ടുള്ള ഫാബ്രിക് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു 2 മീറ്ററാണ് ഞാൻ ഷോളിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കാലോപ്പിൻ്റെ ഈ ഒരു പാറ്റേൺ ഷോളിൻ്റെ സൈഡിൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫാബ്രിക് മാർക്കർ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഷോളിൽ മൊത്തം വരച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോകുമൊന്നുമില്ല, കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും ചെയ്യും. നമുക്ക് ഈ വരച്ചെടുക്കാനൊക്കെ ഈസിയാണ്. ഒരു പെൻസിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ഷോളിൻ്റെ വൺ സൈഡിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡിൽ മൊത്തമായിട്ട് ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് മാർക്കർ പെൻസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തേഞ്ഞ് പോവില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജ് ഭാഗം ഷാർപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഒരു തരം പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചൊന്ന് പിടിച്ച് വലിച്ചെടുത്താൽ തന്നെ ഒരു ഭാഗം ഷാർപ്പായിട്ട് വരും. ഇതുപോലെ ഷാർപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഷോളിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഷോളിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്കാലോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് ആണ് എടുക്കുന്നത്. ഇതുപോലെ ഓഫ് വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മുട്ടുസൂചിയും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു സ്കാലോപ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങോ അതുപോലെ തന്നെ ആരി വർക്കോ സൂചിയോ നൂലോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വരച്ചെടുത്തില്ല പാറ്റേൺ, അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഇതുപോലെ നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാബ്രിക് ഗ്ലൂ കുറച്ച് അത്യാവശ്യം തന്നെ നല്ല കട്ടിയിൽ തന്നെ വരച്ചെടുക്കണം കേട്ടോ. പിശുക്കൊന്നും കാണിക്കാതെ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മുട്ടുസൂചി വെച്ചിട്ടാണ് കേട്ടോ ഓരോ കട്ട് ബീഡ്സും എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ഗ്ലൂവിൽ മുട്ടുസൂചി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പശ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓരോ കട്ട് ബീഡ്സും പൊക്കിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ ആ പശ കയ്യിനനുസരിച്ച് ഇടയ്ക്കൊന്ന് ഗ്ലൂവിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോന്നും ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കണം. മാക്സിമം ഗ്യാപ്പില്ലാതെ തന്നെ ഈ ഓരോ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ നമ്മളുടെ ഈ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് മാത്രമേ അവിടെ കാണുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ അത്ര വൃത്തി കിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അടുപ്പിച്ച് കട്ട് ബീഡ്സ് ഓരോന്നായിട്ടും വെച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വെക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈനായിട്ടല്ല കേട്ടോ, നമ്മൾ വെർട്ടിക്കലി ആയിട്ടാണ് ഇതുപോലെ ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ്സിലായിട്ട് തന്നെ ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ഉണങ്ങുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഈ ഒരു മുട്ടുസൂചിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തള്ളി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഗ്ലൂവിൽ ഒന്ന് അമർന്ന് നിൽക്കാതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ ബാക്കിയുള്ള റോകളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്.
സ്കാലപ്പ് വർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതും കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ആരി വർക്കാണെങ്കിലും സൂചിയും നൂലും വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു സമയം ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡിലാക്കിയിട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു നൈറ്റ് മുഴുവനായിട്ടും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൻ്റെ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എഡ്ജിലൂടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി. ആ ഒരു ഭാഗം ഇങ്ങനെ കട്ടായിട്ട് വരുന്നുണ്ട്. സോൾഡറിങ് അയൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ആ ഒരു ഭാഗം ഉള്ളിലേക്കൊന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുറച്ചൊക്കെ ആ ഒരു ഉരുകിയ ഭാഗം ഇങ്ങനെ ഒരു എഡ്ജിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ വീണ്ടും ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു ഷോളിൻ്റെ സ്കാലപ്പ് ചെയ്ത ഈ ഒരു ഭാഗം മൊത്തം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്കാലപ്പ് ചെയ്തത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരിക. നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ബീഡ്സ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ കേട്ടോ. ഗ്ലൂവിൻ്റെ ഒരു പാടും അവിടെ കാണുന്നില്ല. നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലും അതുപോലെ തന്നെ കുർത്തിയുടെ താഴെ ഭാഗത്തൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്കാലപ്പ് വർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.